ഒരുപാട് സമയം ഇന്ന് ലൈവിനകത്ത് നീണ്ടു നിന്നൊരു സംഭവമായിരുന്നു നമ്മുടെ ഷൈത്തിയും അതേപോലെ അനുമോളും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു ചർച്ച ഒത്തിരി സമയം ഉണ്ടായിരുന്നു. ഇത് ലൈവിനകത്ത് കണ്ടതും പിന്നെ എപ്പിസോഡിന്റെ ഇച്ചിരി ഭാഗങ്ങൾ കണ്ടതും ഒക്കെ വെച്ചിട്ട് ഞാൻ പറയാം. അനുമോള് ഭയങ്കരമായിട്ട് ഷൈത്തിനെ ഒരു സമ്മർദ്ദത്തിലാക്കുന്ന കാഴ്ച ഞാൻ കണ്ടിരുന്നു. ഷൈത്തി പറഞ്ഞ പുറത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും നിനക്ക് അറിയില്ല. അനുമോൾ പറയുന്നത് പുറത്തെന്താണ്, പുറത്തൊന്നുമില്ല, പുറത്ത് എന്താണ് എല്ലാ സീസണിലും എല്ലാവരും അനുഭവിക്കുന്നതൊക്കെ തന്നെയല്ലേ ഉള്ളൂ, അത് കൂടുതലൊന്നും വരാൻ ചാൻസ് ഒന്നും ഇല്ലല്ലോ, എല്ലാ സീസണിലും എല്ലാവരും അനുഭവിക്കുന്നതാണ്, കഴിഞ്ഞ സീസണിലൊക്കെ അനുഭവിച്ചതാണല്ലോ എന്നൊക്കെ അനുമോളുടെ ആ ഒരു ടോൺ ഉണ്ടല്ലോ, ആ രീതിയിൽ പറഞ്ഞ് ഷൈത്തിനെ ഒരു സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അപ്പൊ ഷൈത്യ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഈ പൊട്ടിക്കരച്ചിൽ കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അക്ബർ, പിന്നെ ആര്യൻ, ജിസേല്, ബിൻസി, രേണു, മുൻഷി, അഭിലാഷ് തുടങ്ങി എല്ലാവരും അവിടെ എത്തുന്നുണ്ട്. മസ്താനി, എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ഷൈത്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബഹളം വെച്ച് കരയുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു പൊട്ടിക്കരച്ചില് ഞാൻ കണ്ടിരുന്നു. അത് എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുണ്ട്, അവസാന ഭാഗത്തായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോ ഷൈത്യ പറഞ്ഞ് പുറത്തെന്റെ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഷൈത്യ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ വാഷ്റൂം ഏരിയയുടെ അവിടെ നിന്നിട്ടാണ് കരയുന്നത് കേട്ടോ. ഇത് ആദ്യം ഇവർ ആ മാരുതി സുസുക്കിയുടെ ആ കോർണറിൽ ഇരുന്ന് കുറെ നേരം സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ആ സംസാരമൊക്കെ കഴിഞ്ഞ് ഇവര് പിന്നെ വാഷ്റൂം ഏരിയയിൽ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചിട്ട് എവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒന്നാമത് ഈ എതിരാളിയെ പിടിച്ച് ഫ്രണ്ട് ആക്കിയാലുള്ള ഒരു പ്രശ്നമാണ്. ബിഗ് ബോസിനകത്ത് എല്ലാവരും എതിരാളികളായിരിക്കണം, അല്ലാതെ എതിരാളിയെ പിടിച്ച് നമ്മൾ ഫ്രണ്ട് ആക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല നെഗറ്റീവ്സും വന്നെന്നിരിക്കും. ആദിലയ്ക്ക് സംഭവിച്ചത് അങ്ങനെ ഒരു പ്രശ്നമാണ്. ആദിലയുടെ ഏറ്റവും വലിയ എതിരാളി ആവേണ്ടിയിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അനുമോള്. എന്ന് വെച്ചാൽ ഐഡിയോളജിക്കലി ആശയപരമായിട്ട് ഒരിക്കലും ഒത്തുപോകാത്ത രണ്ടുപേരാണ് ഈ ആദിലയും അനുമോളെന്നും പറയുന്നത്. പക്ഷെ അവർ സുഹൃത്തുക്കളായി. നൂറയായിട്ട് ഓക്കെ പിന്നെയും മാനേജ് ചെയ്യാം, കാരണം നൂറ ഒരു ഓഡിയൻസ് ഗെയിമർ ആയിരുന്നു. ഷൈത്യയുടെ കേസിൽ ഷൈത്യക്ക് സംഭവിച്ചത് ഇതാണ്. ഷൈത്യക്ക് ആശയപരമായിട്ട് അനുമോളുമായിട്ട് ഒരിക്കലും ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവര് ഫ്രണ്ട്സ് ആണെന്ന് പോലും അവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. അനുമോളുടെ ഓരോ മട്ടും പാവും ഓരോ പറച്ചിലും കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയതേ ഇല്ല. ഒരു സുഹൃത്തിനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്, ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം ഭയങ്കര സമ്മർദ്ദത്തിലാക്കി പൊട്ടിക്കരയിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ടോക്ക് തന്നെ എന്താണ് നീ അനുഭവിച്ചത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലാണ്. അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർക്കറിയാം അവരെന്താണ് അനുഭവിച്ചത് എന്നുള്ളത്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണെന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങി അനുമോൾ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ തോന്നിയേക്കാം, അയ്യോ ഷൈത്യ അന്ന് എന്റെ അടുത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു എന്ന് തോന്നിയേക്കാം. ഇതിനെ ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട്, പുറത്തെ കാര്യം പറയരുതെന്ന് പറഞ്ഞ് ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എക്സ് കണ്ടസ്റ്റൻസ് വന്ന ആ നിമിഷം മുതൽ തുടങ്ങിയതാണ് പുറത്തെ കാര്യം ഇങ്ങനെ വിളമ്പുന്നത്. വിളമ്പി ഇപ്പൊ കാര്യങ്ങൾ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇനി ഫിനാലയ്ക്ക് 3 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. എന്നുവെച്ചാൽ ഈ ഞായറാഴ്ചയാണ് ഫിനാലെ നടക്കാനായിട്ട് പോകുന്നത്. കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്